സോ ഞങ്ങളുടെ ലാസ്റ്റ് ചാപ്റ്ററാണ് കൺവേർജൻസ് ടു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. സോ ഈ ഒരു ചാപ്റ്റർ ഞങ്ങൾക്ക് തിയറിയാണ്. ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് തിയറിയാണ് കവർ ചെയ്യണത്. ഞങ്ങൾക്ക് 1 മാർക്കിന് ക്വസ്റ്റ്യൻസ്, 2 മാർക്കിന് തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. സോ വെയിറ്റേജിൽ സെക്കൻഡ് വെയിറ്റേജ് ആയിട്ട് ഞങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത കൂടുതൽ. വാട്ട് ഡു യു മീൻ ബൈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, വാട്ട് ഡു യു മീൻ ബൈ IAS 7, സോ IAS 17, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് നിന്ന് ചോദിക്കാം. സോ essay ക്വസ്റ്റ്യൻ ആയിട്ട് തിയറി ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇതും, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ട്. സോ ഈ ചാപ്റ്റർ തിയറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ തിയറി നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. നമുക്ക് തുടങ്ങാം. കൺവേർജൻസ് ടു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. സോ ആദ്യം നോക്കാം, എന്താണ് ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ. എന്തിനാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്? സോ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ടു ദ എക്സ്റ്റേണൽ വേൾഡ്. സോ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് എക്സ്റ്റേണൽ വേൾഡിന്, പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനെയാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. സോ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ, വാട്ട് ഡു യു മീൻ ബൈ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ? സോ പണപരമായിട്ടുള്ള വരുന്ന എല്ലാ കാര്യങ്ങളും അതാണ് ഫിനാൻഷ്യൽ. ആ കാര്യങ്ങൾ, അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പണപരമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളാണ് നമ്മൾ ആർക്ക്, എക്സ്റ്റേണൽ വേൾഡിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഡിസ്ക്ലോസസ് an organization financial status to management, investors and shareholders. So ഇവിടെ എന്താ പറയുന്നത്, it is the process of producing statements. So statements പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക in the financial statements. Financial statements എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. സോ ഇതെന്ന് ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. ഈ സ്റ്റാറ്റസ് ആർക്കൊക്കെയാണ് വെളിപ്പെടുത്തുന്നത്? ഈ സ്റ്റാറ്റസ് മാനേജ്മെൻറ്റിന്, ഷെയർ ഹോൾഡേഴ്സിന്, അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന്. പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഫ്യൂച്ചറിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ, അതാണ് ഇൻവെസ്റ്റേഴ്സ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യുന്ന വ്യക്തികൾ, ഇത് മാനേജ് ചെയ്ത് ഓർഗനൈസേഷൻ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന വ്യക്തികൾ. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. സോ ഇവർക്ക് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വെളിപ്പെടുത്തുക, അതിനെയാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, Corporate financial reporting എന്ന് പറയുന്നത്, corporate financial reporting is a series of activity that allow company to record operating data and report accurate accounting statement at the end of each month, quarter and year. So corporate accounting financial reporting എന്ന് പറഞ്ഞാൽ, corporate financial reporting എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റ, അതായത് ഫിനാൻഷ്യൽ ഡാറ്റ റെക്കോർഡ് ചെയ്യുക, പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുക ആൻഡ് റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ടഡ് ത്രൂ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുക. അത് മന്ത്ലി റിപ്പോർട്ടായിരിക്കാം, ക്വാർട്ടർലി റിപ്പോർട്ടായിരിക്കാം ആൻഡ് ഇയർലി റിപ്പോർട്ടായിരിക്കാം. ഓക്കെ, സോ ഇതിനെയാണ് കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. When different firms use different methods of reporting or recording the transaction, comparison become difficult. സോ ഓരോ ഓർഗനൈസേഷൻ റിപ്പോർട്ട് ചെയ്യണത് ഓരോ തരത്തിലാണെങ്കിൽ അത് കമ്പയർ ചെയ്യാനായിട്ട്, ഒരു ഫേമും മറ്റൊരു ഫേമും തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. ഇൻ ദ ആബ്സെൻസ് ഓഫ് എ യൂണിഫോം സെറ്റ് ഓഫ് റൂൾസ് ദർ വിൽ ബി എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. സോ ഒരു യൂണിഫോമിറ്റി, ആ റിപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റയിൽ ഒരു യൂണിഫോമിറ്റി ഇല്ലെങ്കിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദസ് ദർ വിൽ ബി എ നീഡ് ഫോർ യൂണിഫോം റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. സോ അവിടെ ഒരു യൂണിഫോം സെറ്റ് ഓഫ് റൂൾസ് നമുക്ക് ആവശ്യമുണ്ട്. സോ എല്ലാവരും ഒരേ രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഈസിലി കമ്പയർ ചെയ്യാൻ പറ്റും, ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും കാര്യങ്ങൾ. ദിസ് വിൽ മേക്ക് ദ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസി, റെലവൻറ്റ്, റിലയബിൾ, അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് കമ്പാരബിൾ. സോ ഇങ്ങനെയാണെങ്കിൽ അത് വളരെ എളുപ്പമായിരിക്കും, അത് ഇമ്പോർട്ടൻറ്റ്, റെലവൻ്റ് ആയിരിക്കും, റിലയബിൾ ആയിരിക്കും, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും, comparable ആയിരിക്കും. So a common set of procedures or principles or standards have to be developed to harmonize different accounting process. സോ ഇതെല്ലാത്തിനെയും ഒരേപോലെ ഒരേ രീതിയിൽ
ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു കോമൺ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വേണം. സോ ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ഡെവലപ്പിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ യൂണിഫോമിറ്റി കൊണ്ടുവരുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ത്രൂ ആണ്. സോ എന്താണ് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ റിട്ടേൺ പോളിസി ഡോക്യുമെൻറ്റ്. അതൊരു റിട്ടേൺ പോളിസി ഡോക്യുമെൻ്റ് ആണ്. ഇഷ്യൂഡ് ബൈ ദ ഗവൺമെൻറ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇഷ്യൂയിങ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർ കോർപ്പറേറ്റ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ആർക്ക് വേണ്ടി? കോർപ്പറേറ്റ്സിന് വേണ്ടി. എന്തൊക്കെയാണ് കവറിങ്? എന്തൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത്? റെക്കഗ്നീഷൻ ഓഫ് ഇവൻറ്റ് ഓർ ട്രാൻസാക്ഷൻ. സോ അവിടെ ഇവൻ്റ് എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നു. അതെങ്ങനെയാണ് ഇവൻ്റ് റെക്കഗ്നൈസ് ചെയ്യുക? എന്താണ് ഒരു ട്രാൻസാക്ഷൻ? എങ്ങനെയാണ് ഇവൻറ്റിനെ മെഷർ ചെയ്യണത് അല്ലെങ്കിൽ ട്രാൻസാക്ഷനെ മെഷർ ചെയ്യണത്? ദെൻ അതിനെങ്ങനെ പ്രസൻറ്റ് ചെയ്യാം? അതായത് ഇവൻ്റ് ഓർ ട്രാൻസാക്ഷൻ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം? ദെൻ അതിനെങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാം? ഇതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ കാണിക്കുന്നത്. സോ എന്താണ് ഇവൻ്റ്, എന്താണ് ട്രാൻസാക്ഷൻ? ഇവൻ്റ്, ട്രാൻസാക്ഷൻ എന്താ ഡിഫറൻസ്? വാട്ട് ഈസ് ആൻ ഇവൻ്റ് ആൻഡ് വാട്ട് ഈസ് എ ട്രാൻസാക്ഷൻ? സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ സോൾഡ് ഗുഡ്സ് for rupees 3 lakh. Purchased goods for rupees 2 lakh. Paid salary 50,000. Salary to employees 50,000. സോ ഇവിടെ 3 കാര്യങ്ങളാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, സെയിൽ ചെയ്തു 3 ലക്ഷം രൂപയുടെ ഗുഡ്സ് സെയിൽ ചെയ്തു, 2 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു, 50,000 രൂപ എംപ്ലോയീസിന് സാലറി ആയിട്ട് കൊടുത്തു. സോ ഇതൊരു ഇവൻ്റ് ആണോ ട്രാൻസാക്ഷൻ ആണോ? സോ ഈ നടന്നിരിക്കുന്നത് ഒരു ട്രാൻസാക്ഷനാണ്. ഓക്കെ, സോൾഡ് ഗുഡ്സ്, പർച്ചേസ്ഡ് ഗുഡ്സ്, പെയ്ഡ് സാലറി എന്നൊക്കെ പറയുന്നത് ഒരു ട്രാൻസാക്ഷനാണ്. ട്രാൻസ്ഫർ ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. സോ അതൊരു ട്രാൻസാക്ഷനാണ്. അപ്പോൾ എന്താ ഒരു ഇവൻറ്റ്? ദ റിസൾട്ട് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് ഇവൻറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ സെയിൽസ് 3 ലക്ഷം രൂപയുടെ സെയിൽസ് ഉണ്ട് അല്ലേ? സോ ഇത് നമ്മുടെ ഇൻകം ആണ്. ഇത് റവന്യൂ ആണ്. റവന്യൂ. ഇതിൻ്റെ എക്സ്പെൻസസ് എന്തൊക്കെയാണ്? ഇതിൻ്റെ എക്സ്പെൻസസ് ഇവിടെ നമ്മുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. 2 lakh ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, 50,000 എംപ്ലോയീസിന് സാലറി കൊടുത്തിട്ടുണ്ട്. സോ 2,50,000. സോ 2,50,000. സോ ട്രാൻസാക്ഷൻ്റെ റിസൾട്ടിനെയാണ് ഇവൻ്റ് എന്ന് പറയുന്നത്. സോ there will be a profit of 50,000. സോ ഈ പ്രോഫിറ്റിനെയാണ് ഇവൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രോഫിറ്റ് ആണ് ഇവൻ്റ്. ഇതൊക്കെ നമ്മുടെ ട്രാൻസാക്ഷനാണ്. സോ ഈ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇവൻ്റ് റെക്കഗ്നൈസ് ചെയ്യുക, മെഷർ ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യുക. ഇതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ പറയുന്നത്. ഓക്കെ, thus accounting standards are regulatory framework within which financial statements are prepared. സോ അതൊരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആണ്. ആ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് വേണം ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ദേ ആർ ദ റൂൾസ് ദാറ്റ് എൻഷുർ യൂണിഫോമിറ്റി. സോ അതൊരു റൂൾസ് ആണ്, ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. ആ റൂൾസിൽ യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും. എന്തൊക്കെ? പ്രിപ്പറേഷൻ ചെയ്യണതിൽ, പ്രസൻറ്റേഷൻ, അത് പ്രസൻറ്റ് ചെയ്യണതിൽ, എന്താ ഫിനാൻഷ്യൽ ഡാറ്റ ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. സോ ഇതിലൊക്കെ ഒരു യൂണിഫോമിറ്റി ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ. സോ ഇതിൻ്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ ടു ദ യൂസേഴ്സ്. ആരൊക്കെയാണ് യൂസേഴ്സ്? ഓണേഴ്സ്, മാനേജ്മെൻറ്റ്, റിസർച്ചേഴ്സ്, പബ്ലിക്, ഇവരൊക്കെ യൂസേഴ്സാണ്, അല്ലെ കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്. സോ ഇവർക്കൊക്കെ എന്ത് ഒരു പ്രോപ്പറായിട്ട് സ്റ്റാൻഡേർഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ് ഒബ്ജക്റ്റീവ് ടു എൻഹാൻസ് കണ്ടൻറ്റ്. സോ അനദർ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഈസ് ടു എൻഹാൻസ്. എന്താ ഉയർത്തേണ്ടത്? ക്രെഡിബിലിറ്റി ആൻഡ് കമ്പാരബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പാരബിൾ ഫോമിലേക്ക് ആക്കുക, അതിൻ്റെ ക്രെഡിബിലിറ്റി ഉയർത്തുക.
ഇതൊക്കെയാണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ്. തേർഡ് വൺ, to harmonize different accounting process. So harmonizes ഒരേപോലെയാക്കുക. So accounting standards are evolved to bridge the gap between various accounting procedures to harmonize different accounting process. So different accounting processനെ നമ്മൾ ഹാർമോണൈസ് ചെയ്യുക, അക്കൗണ്ടിങ് പ്രോസസ്സിനെ ഒരേ രീതിയിലേക്ക് കൊണ്ടുവരിക. നെക്സ്റ്റ് നോക്കാം, ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. സോ കമ്പയർ ചെയ്യാനായിട്ട്, അതായത് ഇൻ്റർഫേം ആൻഡ് ഇൻട്രാഫേം കമ്പാരിസണ് ഒരു സ്റ്റാൻഡേർഡ് അവിടെ ഫിക്സ് ചെയ്യാണ്. സോ കമ്പയർ ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. കാരണം എല്ലാ ഓർഗനൈസേഷനെയും ഒരേ ഫോമാറ്റിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്, കമ്പയറബിളും ആണ്. ഓക്കെ, ടു കമ്മ്യൂണിക്കേറ്റ് യൂണിഫോം റിസൾട്ട്. സോ ഇവിടെ പറയണത് അനദർ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് കമ്മ്യൂണിക്കേറ്റ് യൂണിഫോം റിസൾട്ട് ടു എക്സ്റ്റേണൽ യൂസേഴ്സ് ആസ് വെൽ ആസ് ഇന്റേണൽ യൂസേഴ്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. നെക്സ്റ്റ്, ടു ഫെസിലിറ്റേറ്റ്, ഇത് നമുക്ക് ഒരേ പോയിന്റ് തന്നെയാണ്, സോറി, ടു ഫെസിലിറ്റേറ്റ് ഈ പോയിന്റ് ഇല്ല, നമുക്ക് ഇവിടെ ഉണ്ട് ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. നെക്സ്റ്റ് പോയിന്റ്, ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. So reliable, more comparable, more relevant and more understandable data നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലൂടെ ഒരു ഓർഗനൈസേഷന് കിട്ടും. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ എന്ന് വിചാരിക്കണം. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. If accounting is the language of business, accounting standard, concept and conventions are the grammar of accountancy. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത് എന്തിനു വേണ്ടി? ലാഭത്തിന് വേണ്ടിയിട്ടാണ്. ഈ ലാഭം ഉണ്ട് അല്ലെങ്കിൽ നഷ്ടമാണ് നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റുക, അതാണ് ത്രൂ അക്കൗണ്ടിങ് നമുക്ക് അറിയാൻ പറ്റുക. സോ ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ ബിസിനസ്. സോ ഒരു അക്കൗണ്ടൻസി ലാംഗ്വേജ് ആണെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, കൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാമറാണ്, അക്കൗണ്ടൻസിയുടെ ഒരു ഗ്രാമറാണ്. സോ അഡ്വാൻറ്റേജസിലേക്ക് കിടക്കാം. അഡ്വാൻറ്റേജസിൽ ഫസ്റ്റ് വൺ പറയണത് ക്രെഡിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. സോ അവിടെ ഒരു കോമൺ സെറ്റ് ഓഫ് റൂൾസ് വയ്ക്കുമ്പോൾ ഇറ്റ് ബിക്കം മോർ ക്രെഡിബിൾ ആൻഡ് റിലയബിൾ. ദെൻ നെക്സ്റ്റ് യൂണിഫോമിറ്റി ആണ്. സോ ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിച്ചിരിക്കുന്ന കംപ്ലീറ്റ് ഇൻഫർമേഷൻ cannot be interpreted in any other than the purpose it is intended for. എന്തിനാണോ അത് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കാനും യൂസ് ചെയ്യാനും പറ്റുള്ളൂ. സോ അതാണ് യൂണിഫോമിറ്റി, ഒരേപോലെ ആയിരിക്കും. അതാണ് വലിയൊരു അഡ്വാൻറ്റേജ്. നമുക്ക് ഒരു ഓർഗനൈസേഷനും മറ്റൊരു ഓർഗനൈസേഷനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അത് യൂണിഫോം ആയിരിക്കും. കമ്പാരിസൺ വളരെ എളുപ്പമാണ്. കമ്പാരിസൺ ബിറ്റ്വീൻ ഇൻട്രാഫേം ആൻഡ് ഇന്റർഫേം കമ്പാരിസൺ ഈസ് ഓൾവേസ് വെരി യൂസ്ഫുൾ. അതേപോലെ വളരെ എളുപ്പമാണ്. യൂസ്ഫുൾ ടു ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് റിസർച്ചേഴ്സ്. സോ അവിടെ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുവരുമ്പോൾ അത് ഷെയർ ഹോൾഡേഴ്സിന്, അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന്, റിസർച്ചേഴ്സിന്, ഇവർക്കൊക്കെ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. നെക്സ്റ്റ്, റൈസസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റിംഗ്. Accounting standard raises the standard of auditing itself in its task of reporting on the financial statement. So റിപ്പോർട്ടിങ്ങിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓഡിറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറയുന്നുണ്ട്. എലിമിനേറ്റ് ഓഫ് ആംബിഗ്വിറ്റി, അവ്യക്തത, സംശയം, ഇതൊക്കെ നമുക്ക് ദൂരീകരിക്കാൻ പറ്റും. ഇതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ്. ഓക്കെ.